എപ്പോഴും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഡാമേജ് പറ്റാന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് റൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡെക്കറേഷന് വെച്ചതാണ് എനിക്കിട്ട് പണി തന്നത്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ക്രീം സ്പ്രെഡായിട്ട് ആ ഒരു കോണ് ചെറുതായിട്ടൊന്ന് ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ചൂടുവെള്ളത്തിൽ പാലറ്റ് നൈഫ് ഡിപ്പ് ചെയ്തിട്ട് അതൊന്ന് സ്ക്രീപ്പ് ചെയ്തെടുത്തു. കേക്ക് സെറ്റ് ആവാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ. കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതാണെങ്കിൽ ചെറിയ ചെറിയ ഡാമേജസ് ഒക്കെ കൂടുതൽ വന്ന് സമയം കുറേ എടുക്കും അതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു വാൻജോ കേക്ക് ആണ്. നമ്മൾ റിച്ച് ആയിട്ടുള്ള നല്ല ഗനാഷൊക്കെ കൊടുത്തിട്ടുള്ള വാൻജോ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഒരു 1.25 kg അളവിൽ പറഞ്ഞതാണ്. നമ്മളെ ഫ്രണ്ട് തന്നെയായിരുന്നു ചെയ്ത് വന്ന. ഏകദേശം ആയപ്പോൾ നമുക്ക് പൊതുവെ അറിയാമല്ലോ ബേക്കേഴ്സിൻ്റെ കേക്ക് ഒരു 1.5 kg എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം റിച്ച് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഒരു അടിപൊളി ഫീഡ്ബാക്ക് ആയിരുന്നു. നല്ലൊരു കേക്കും നല്ല ഡിസൈനും. അപ്പോൾ ഫ്രണ്ടിന് ആനിവേഴ്സറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് റെഫറൻസും കാര്യങ്ങളൊന്നുമില്ല. വാൻജോ കേക്ക് ആയിരിക്കണം, സ്ക്വയർ ആയിരിക്കണം, അത്യാവശ്യം പീസസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ സ്ക്വയറിൽ തന്നെ അങ്ങ് ചെയ്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമർ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും എക്സ്ട്രാ ആയിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. മാഷാഅല്ലാ ഇതുവരെ അതുകൊണ്ടാണ് നല്ലൊരു ഫീഡ്ബാക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം എത്ര പീസസ് വേണം എന്നുള്ളത്. അപ്പോൾ മാക്സിമം ചെറിയ പീസസ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞപ്പോൾ ഞാൻ ഏകദേശം ഒരു 30 to ആ ഒരു റേഞ്ചിലോട്ടേക്ക് വരുന്ന രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നോക്കിയിട്ടോ. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നു കഴിഞ്ഞാൽ ഞാൻ ഇതൊരു ജസ്റ്റ് ലൈൻസ് ചെയ്തിട്ട് ഫോട്ടോ എൻ്റെ ഫ്രണ്ടായ കസ്റ്റമറിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര പീസസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്താൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ സെക്കൻഡ് ഐസിങ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈൻസ് വരച്ചിട്ട് ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഈ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും എത്തും എന്ന് പറഞ്ഞപ്പോൾ അവർ ഫുൾ സാറ്റിസ്ഫൈഡ്. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് സെറ്റാക്കി കാണിച്ചു കൊടുത്തു. ഇനി അവർക്ക് കൊണ്ടുപോയി കട്ട് ചെയ്യാണ്ടതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഈ ഒരു കളറാണ് കേട്ടോ. ബ്ലൂ ആൻഡ് ഗ്രീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ ഈ ഒരു കളർ. അപ്പോൾ എൻ്റെ പല കേക്കിലും ഈ ഒരു കളർ അധികം വരാൻ ചാൻസ് ഉണ്ട്. ഇതും പിന്നെ 2-3 കളേഴ്സ് ഉണ്ട്. അത് അധികം എൻ്റെ കളേഴ്സിൽ വരും. പ്രത്യേകിച്ച് കസ്റ്റമർ പറഞ്ഞിട്ടില്ല, ഡിസൈൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലായിട്ട് ഈ ഒരു കളർ ഫ്ലവറായിട്ടോ കേക്കിലായിട്ടോ അല്ലെങ്കിൽ ലീഫായിട്ടോ എങ്ങനെയായിട്ടും വരും കേട്ടോ. അങ്ങനെ 3-4 കളേഴ്സ് ഉണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ ബേക്കേഴ്സിന് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ചില കളേഴ്സിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും. പൊതുവേ സ്ക്വയർ കേക്ക് ഷാർപ്പ് എഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള ഐറ്റമാണ്. കാരണം നമ്മൾ കൂടുതലും റൗണ്ട് കേക്കിലാണ് ഷാർപ്പ് എഡ്ജ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം. നമ്മൾ ആ ഒരു എഡ്ജസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മെനക്കെട്ട പണിയാണ് ഈ സ്ക്വയർ കേക്കിൽ ഷാർപ്പ് എഡ്ജ് ചെയ്യാന്നുള്ളത്. പിന്നെ ഈ ഒരു കളറിന് മാച്ചിങ് ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, ഓഫ് വൈറ്റ് അങ്ങനെയുള്ള പല കളേഴ്സ് ആക്കിയിട്ടാണ് വരക്കുന്നത്. പിന്നെ റോസ് പെറ്റൽസ് വരക്കുന്ന സമയത്തുള്ള നോസിലിൻ്റെ നമ്പേഴ്സ് ചോദിക്കാറുണ്ട്. നൂറിൻ്റെ 44 എന്ന് പറയുന്ന നോസിൽ വെച്ചിട്ട് അധികം ഞാൻ കേക്കിൻ്റെ ഫ്ലവേഴ്സ് വരക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങനെ ചില ഫ്ലവേഴ്സിനൊന്നും പേരോ ഒന്നും ഉണ്ടാവില്ല, നമ്പറോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഞാൻ ചിലതൊക്കെ വീഡിയോസിൽ കാണിക്കാറുണ്ട്, അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ. അപ്പം ഇതെന്ന് വെച്ചാൽ അധികം വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം സൈസിലുള്ള നോസിലിൻ്റെ സൈസാണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് റോസ് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ചില ആൾക്കാർ കിട്ടുന്നില്ല, ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്. അപ്പം നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കുക, നമ്മൾ നോസിൽ ചൂസ് ചെയ്യുന്നതും കറക്റ്റ് ആയിരിക്കുക. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ആ ഒരു പൈപ്പിംഗ് ബാഗ് 2 പൈപ്പിംഗ് ബാഗ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ കൈച്ചൂട് തട്ടിയിട്ടാണ് നമ്മുടെ ക്രീം പെട്ടെന്ന് ലൂസാവുന്നത്. ആദ്യം 1-2 ഫ്ലവേഴ്സൊക്കെ നമുക്ക് സോഫ്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വരക്കാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മുടെ ക്രീമിൽ നമ്മുടെ കൈ ടച്ച് ആവുന്നത് കൊണ്ട് തന്നെ ചൂട് തട്ടിയിട്ട് ക്രീമിൽ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഫ്ലവേഴ്സ് ഒന്നും വരക്കാനോ ഡിസൈൻ വരക്കാനോ കഴിയില്ല. നമ്മുടെ ക്രീം നന്നായിട്ട് മെൽട്ടായിട്ട് പോകും. അപ്പോൾ ആനിവേഴ്സറിയുടെ തീം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു ഭംഗിക്ക് ആ ഒരു ഫ്ലവേഴ്സിനും ഒക്കെ മാച്ചിങ് ആക്കിയിട്ട് ഈ ഒരു ആനിവേഴ്സറി സ്റ്റിക്ക് നമ്മളിങ്ങനെ വെക്കുന്ന സൈസിലാണ്. അത് വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് ചെറിയൊരു നോട്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഫോണ്ടന്റിൽ ബ്ലാക്ക് കളർ വെച്ചിട്ട് എഴുതി കൊടുത്തിട്ടോ. പിന്നെ ഫോണ്ടന്റിൽ പേര് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നല്ല പോയിന്റ്
പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് എഴുതുന്ന സമയത്ത് ആൽഫബറ്റ്സ് തിരിഞ്ഞു മറിഞ്ഞും പോവാതെ എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ചില സമയത്ത് നമ്മൾ തിരക്കിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ചെരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ചെരിയാതിരിക്കാണ് സ്കെയിലിനൊരു ലൈൻസ് കൊടുക്കോ ഇല്ലെങ്കിൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടോ നമുക്ക് എഴുതണം. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുതി പഠിക്കുക. കാരണം ഒരു പേപ്പറിൽ നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് പേപ്പറിൽ കളർ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് എഴുതി പഠിക്കുക. അപ്പോൾ ആ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോണ്ടൻറ്റിലേക്ക് എഴുതുമ്പം വെറുതെ ഫോണ്ടൻറ്റ് നഷ്ടാവില്ല, ഡിസൈൻ കൊളാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ കേക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇടയ്ക്ക് കുറച്ച് ക്രീം എടുക്കുക, നമ്മൾ ഫ്ലവേഴ്സ് വരച്ചിട്ട് ഇതുപോലെ പ്ലേറ്റിലോട്ടേക്ക് വെച്ചിട്ട് ഡെക്കറേഷൻസ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ ഫ്ലവേഴ്സൊക്കെ വരച്ച് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കാതെ തന്നെ ക്രീം എടുത്തിട്ട് ഫ്ലവേഴ്സ് വരച്ച് പഠിക്കുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ കേക്ക് ഉണ്ടാക്കിയിട്ട് മാത്രം ഫ്ലവേഴ്സ് വരക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻസോ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഷാർപ്പ് എഡ്ജ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഒരു കേക്കിൽ തന്നെ മാക്സിമം ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ടിന്നിൽ വെച്ച് ട്രൈ ചെയ്യുക. അതൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പല ഐഡിയാസ് കേക്ക് ഉണ്ടാക്കാതെ തന്നെ എങ്ങനെ നമുക്ക് ഐസിങ് ചെയ്ത് പഠിക്കാം, കേക്ക് ഇല്ലാതെ എങ്ങനെ ഐസിങ് ചെയ്ത് പഠിക്കാം, എങ്ങനെ ഷാർപ്പ് എഡ്ജ് ചെയ്ത് പഠിക്കാം എന്നൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പല ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ ഐഡിയും യൂട്യൂബ് ചാനലും ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. കാരണം ഒരുപാട് ടിപ്സും ട്രിക്സും പിന്നെ കുറേ ഹാക്സും പിന്നെ നമ്മുടെ കുറേ ഉടായ്പ തട്ടിപ്പും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഉടായ്പകളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഹാക്ക് ചെയ്തെടുക്കുന്നത്. ഉടായ്പ മീൻസ് നമ്മുടെ കസ്റ്റമറിനോടല്ല കേട്ടോ, നമ്മുടെ ഡിസൈൻ വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴികൾ നമ്മൾ ഒരുപാട് ദൂരം നടക്കാതെ എന്നാൽ എളുപ്പത്തിലെത്താൻ പറ്റുന്ന കുറുക്ക് വഴികൾ നോക്കാറില്ലേ, അതുപോലെ തന്നെ പല ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കുറച്ച് ഒന്ന് രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്ക്. കുറേ ടിപ്സും ട്രിക്സും ഹാക്കിങ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് എളുപ്പ വഴിയിൽ കേക്ക് ചെയ്യുന്നതെന്ന്. പിന്നെ നമ്മൾ ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നാമത് നീറ്റ് ആക്കിയിട്ടുണ്ട്, എങ്കിലും ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ കേക്കിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം ചേർത്തിട്ട് വാരി വിതറി ഇട്ട് കൊടുക്കരുത്. ഇനിയിപ്പോൾ ഫ്ലേക്സ് ആയാലും ഡിസൈൻസ് ആയാലും എന്തായാലും കുറേശ്ശെ മാത്രം, ആവശ്യത്തിൽ മാത്രം കൊടുക്കുക. അല്ലാതെ അനാവശ്യത്തിന് എന്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഗ്രീന് കൊടുത്തിട്ടുള്ളത് ലീഫി ഗ്രീനിലേക്ക് ഗ്രീനും പിന്നെ നമ്മുടെ യെല്ലോയും പിന്നെ ചെറിയ അളവിൽ ബ്ലാക്കും കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈന് നമ്മൾ ആ ലീഫ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗാർഡൻ ഗ്രീന്, ലീഫി ഗ്രീൻ, അങ്ങനെ പലതരം ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഗ്രീനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ ഈ ഒരു പിങ്കും ചെറിയ അളവിൽ ആ ഒരു ഗ്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് അളവിൽ. അപ്പോൾ അതുകൊണ്ടാണ് പലതരം ഷീറ്റ്സിൽ നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ലീഫ് തന്നെ പല ടൈപ്പിൽ ചെയ്തിട്ട് ഓരോ ഫ്ലവേഴ്സിനും ചെയ്യുന്ന സമയത്ത് നല്ല ഡിഫറൻസ് ആണ്. സെയിം കളർ ലീഫ് തന്നെ എല്ലാ കേക്കിലും കൊടുക്കരുത്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലായിട്ട് നമ്മൾ ഏത് കേക്കിന് ഏത് സാധനം മാച്ച് ചെയ്യും നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കേക്ക് ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് റിഷാസ് റെസിപ്പീസ്. അടുത്ത വീഡിയോയിൽ ന്യൂ വെറൈറ്റി ആയിട്ട് കാണാം.